ഹായ് എവ്രി വൺ, നമ്മളിന്നുള്ളത് ഫ്ലോറൻസിലാണ്. നമ്മുടെ ഇറ്റലി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്ലോറൻസിലെ പോണ്ടെ വെക്യോ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിലെ ഒരു ജ്വല്ലറി ഷോപ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് പോണ്ടെ വെക്യോ എന്ന് പറയുന്ന ബ്രിഡ്ജ്. നമുക്ക് കാണുമ്പോൾ ഇതൊരു പാലമായിട്ട് തോന്നില്ല, പക്ഷേ ശരിക്കും ഇതൊരു പാലമാണ്. പാലത്തിൻ്റെ രണ്ട് സൈഡിലും നിറയെ കടകളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ പെട്ടിക്കടകളൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും സംഭവം ഫുൾ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. മെയിനായിട്ടും ജ്വല്ലറി ഷോപ്സ് ആണുള്ളത്. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസ്, വാച്ചസ്, ഇതിൻ്റെ എല്ലാം ഷോപ്സാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ളത്. ഈ ബ്രിഡ്ജിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആക്ച്വലി ഇവിടെ ഇങ്ങനത്തെ എക്സ്പെൻസീവ് ഷോപ്പുകളൊക്കെ വരുന്നതിനേക്കാളും കുറേ മുമ്പ് ബച്ചറി ഷോപ്സാണ് ഉണ്ടായിരുന്നത്. ഫുൾ ബച്ചേഴ്സ് ആയിരുന്നു, അറവുശാലയായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള അർണോ റിവറൊക്കെ ഫുൾ ഈ അറവ് ശാലയുടെ വേസ്റ്റും ഒക്കെ ആയിട്ട് വൃത്തികേടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ രാജകുടുംബം തീരുമാനിച്ചതാണ് ഇനി ഇവിടെ ബുച്ചേഴ്സ് ഒന്നും പാടില്ല എന്നുള്ളത്. ആക്ച്വലി പോണ്ടെ വെക്യോനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പലാസോ വെക്യോ. അപ്പോൾ അവരങ്ങനെ തീരുമാനിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം ബുച്ചേഴ്സിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ജ്വല്ലറി ഷോപ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റിൽ ഇവർ ആ ഒരു സംഭവം കീപ്പ് ചെയ്തിട്ട് ഈ ബ്രിഡ്ജിൽ നിറയെ ജ്വല്ലറി ഷോപ്സാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നല്ല രസമാണ് നമുക്ക് ഈ വഴിക്കൂടെയൊക്കെ നടക്കുമ്പോൾ നിറയെ നല്ല ഭംഗിയുള്ള ആഭരണങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നേരെ കാണുന്ന പോലത്തെ തന്നെ ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോണ്ടെ വെക്യോ ബ്രിഡ്ജ്. നല്ല വെയിലുള്ളൊരു ദിവസമാണ്, നിറയെ ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ്ടെ വെക്യോ ഒന്ന് നടന്ന് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പലാസോ വെക്യോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പലാസോ വെക്യോ, മെഡിസി രാജകുടുംബത്തിൻ്റെ പാലസ് ആയിരുന്ന ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ കുറേ നടന്നു. ഇതിൻ്റെ ചുറ്റിലും കുറേ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടുള്ള മൈക്കൽ ആഞ്ചലോൻ്റെ ഡേവിഡ് എന്ന് പറയുന്ന സ്റ്റാച്ചു ആണ്. ആക്ച്വലി ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ ഡേവിഡിൻ്റെ സ്റ്റാച്ചു അല്ല, ബട്ട് ഒറിജിനൽ ഡേവിഡിൻ്റെ സ്റ്റാച്ചു ഇവിടെ ആണ് ആദ്യം തന്നെ സ്ഥാപിച്ചിരുന്നത്. ഈ കാണുന്നതാണ് ഡേവിഡിൻ്റെ സ്റ്റാച്ചു. പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് ഇവിടെ നിന്ന് മാറ്റി, അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്വയറിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടുത്തെ മ്യൂസിയം ആയിട്ടുള്ള ഗാലറി അക്കാഡമിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ ഗാലറി അക്കാഡമിയിലെ ഒരു മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് മൈക്കലാഞ്ചലോൻ്റെ ഡേവിഡ് എന്ന് പറഞ്ഞ സ്റ്റാച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ക്വയറിലിരിക്കുന്നതാ ഈ കാണുന്ന സ്റ്റാച്ചു എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോൻ്റെ ഒറിജിനലിൻ്റെ ഒരു കോപ്പിയാണ്. അങ്ങനെ നമ്മൾ പാലസിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങി കണ്ടു. അധികമൊന്നും കാണാനില്ല. ഈ ഡേവിഡ് സ്റ്റാച്ചു തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അത് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ മിക്കവാറും വരുന്നത്. പിന്നെ നമ്മൾ പാലസിൻ്റെ അകത്തൊക്കെ കയറി. പാലസ് എന്നൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് നാട്ടിലെ മൈസൂർ പാലസൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പാലസ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. അധികം നേരമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അങ്ങനെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെയും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് കുതിരവണ്ടിയിൽ ടൂറിസ്റ്റൊക്കെ പോകുന്നത് കണ്ടത്. അങ്ങനെ നമ്മൾ അധികം ടൂറിസ്റ്റുകൾ കുതിരവണ്ടി പോകുന്നതിന് മുമ്പ് കണ്ടില്ലായിരുന്നു. അപ്പോൾ മിക്കവാറും ഇതൊരു എക്സ്പെൻസീവ് സംഭവമായിരിക്കും എന്ന് തോന്നി. കുതിരവണ്ടി പോകുന്നവർ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അവരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാന്റാ മരിയ കത്തീഡ്രൽ കാണുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി വന്നതാണ്, പക്ഷേ ഇന്നാണ് കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾ കയറുന്നത്. ഈ കാണുന്നത് കത്തീഡ്രലിനോട് ചേർന്നിട്ടുള്ള ബാപ്റ്റിസ്ട്രിയാണ്. പിന്നെ ബെൽ ടവറിൽ നമ്മൾ ഇന്നലെ ഓൾറെഡി കയറിയിരുന്നു. അപ്പോൾ ഇതിലെല്ലാം കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണുള്ളത്. പിന്നെ നമുക്ക് എല്ലാത്തിലും കയറാൻ വേണ്ടി ക്ലബ് ചെയ്തിട്ടും ടിക്കറ്റ് എടുക്കാം. നമ്മൾ അങ്ങനെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ടിക്കറ്റാണ് എടുത്തത്. ഈ കാണുന്നതാണ് കത്തീഡ്രലിൻ്റെ അകത്തെ ഭാഗങ്ങൾ. ഭയങ്കര വലിപ്പമാണ്, ഹ്യൂജാണ് കത്തീഡ്രൽ. നമുക്ക് വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് മനസ്സിലാവില്ല, ഭയങ്കര വലിപ്പമാണ്. അതുപോലെ കത്തീഡ്രലിൻ്റെ അകത്ത് നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. അതവർ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചേക്കുന്നതാണ്. അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പഴയ പള്ളി ഒരു AD 400 to 500 ബിറ്റ്വീൻ ആ ഒരു സമയത്ത് പണിതതാണ് പഴയ പള്ളി. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഇവരിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് പേരുടെ കല്ലറകളുടെ ഭാഗങ്ങളും ഒക്കെയുണ്ട്. ഈ കാണുന്നത് കത്തീഡ്രലിൻ്റെ ബാപ്റ്റിസ്ട്രി, നമ്മൾ നേരത്തെ കണ്ട ഒരു ബിൽഡിംഗ് ആണ് ഇത്. നമ്മൾ അകത്ത് കയറിയപ്പോൾ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മേലെ അവർ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഈ ബിൽഡിങ്സ് എല്ലാം UN ഹെറിറ്റേജ് പട്ടികയിൽ വന്നിട്ടുള്ള ബിൽഡിങ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോറൻസിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഫ്ലോറൻസിൽ നിന്ന്
ഇന്ന് റോമിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ റോമിലേക്ക് പോകുന്നത്. ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ്. ഫ്രിഷ്യ റോസ 1000 എന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. ഈ ട്രെയിൻ മണിക്കൂറിൽ 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലേക്ക് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. കാരണം ടിക്കറ്റ്സ് എല്ലാം കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ എടുത്ത ടിക്കറ്റിനേക്കാളും ഒരു ഡബിളിന് മേലെയായിരുന്നു ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് റോമിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇറ്റലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് റോം. റോമിൽ നമ്മൾ 2 ദിവസം ഉണ്ടാകും. 1ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് മാഞ്ചസ്റ്ററിന് പോകും. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു ട്രെയിനിൽ. അങ്ങനെ നമ്മൾ റോമിലെത്തി. നമ്മുടെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഫോളോ.